എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പിടി അല്ലെങ്കിൽ പാൽ കുഴക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു പലഹാരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. വലിയവർക്കും അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു പലഹാരമാണ് ഈ ഒരു പാൽപ്പിടി. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പിടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് ജീരകം അങ്ങനെയുള്ള ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെയ്യ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്, അതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ അരിപ്പൊടിയുടെ തരം അനുസരിച്ചിട്ട് ഇത് മാറ്റം വരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് നിങ്ങൾ ചവച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് മാത്രം ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചവച്ച് തുടങ്ങിയ കുട്ടികൾക്ക് മാത്രം ഇത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കുഞ്ഞതൊക്കെ ആക്കുവാണെങ്കിൽ തൊണ്ടയ്ക്ക് കുടുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം അത് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കുക. നമ്മളിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാൽപ്പിടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പാൽപ്പിടി ഞാനിവിടെ തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസല്ല, ഒരുപാട് കട്ടിയല്ല. ഇതിനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാൽപ്പിടി തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി ഈ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് എടുക്കാൻ പാടാണെങ്കിൽ പശുവിൻ പാലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ഒരു പിടി വെന്ത് വരുമ്പോഴാണ് ഈ പിടിയിലേക്ക് തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാൽ കുറച്ചൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പിടിക്ക് നല്ലൊരു കുറുകി നല്ലൊരു ടെക്സ്ചറിലിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഈ തേങ്ങാപ്പാലിലേക്കും പിടിയിലേക്കും ഈ ഒരു ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര വെച്ചിട്ടുള്ള ഒരു പിടിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പാൽപ്പിടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പിടി കുറച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുറുകിയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കിടക്കുന്നതാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു പിടി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇതിരിക്കും തോറും ഇതൊന്നുകൂടി കുറുകി വരും. അപ്പോൾ നമ്മുടെ പാൽപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കിടക്കുന്ന പിടിയെല്ലാം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചെറിയ ചൂടോടെ കുഞ്ഞു മക്കൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ ഒരു ഡെസേർട്ടായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം. Thank you.